കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾക്കാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ആദ്യമായി പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇത് തികച്ചും യാദൃശ്ചികമായി നടന്ന ഒരു കൂടിക്കാഴ്ച മാത്രമാണെന്നും രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കണ്ടാൽ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും അദ്ദേഹം ചോദിച്ചു. ഞാൻ കണ്ടാലും സംസാരിക്കുമല്ലോ, അതിൽ ഗൂഢാലോചനയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദത്തിന്റെ മുനയൊടിക്കാൻ സതീശന് സാധിച്ചു. രണ്ടാമതായി, വയനാട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയ ടി സിദ്ദിഖ് എം.എൽ.എയെ ചിലർ കൂകി വിളിച്ചു അധിക്ഷേപിച്ചതിനെ സതീശൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. CPM കൊണ്ടുവന്ന ആളുകളാണ് അവിടെ ഇരുന്ന് കൂകി വിളിച്ചതെന്നും സ്വന്തം മണ്ഡലത്തിലെ എം.എൽ.എയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ വെച്ച് അപമാനിക്കുന്നത് ശുദ്ധ മര്യാദകേടാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആളുകളെ വിട്ട് കൂകി വിളിപ്പിക്കാൻ അറിയാമെന്നും പക്ഷേ കോൺഗ്രസ് ആ സംസ്കാരം കാണിക്കില്ല എന്നും സതീശൻ തുറന്നടിച്ചു. ദുരന്ത ബാധിതർക്ക് വേണ്ടി MLA-മാരും പ്രതിപക്ഷവും നൽകിയ പണം കൂടി ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മൂന്നാമതായി, കേരളത്തിൽ BJP-ക്ക് 1-2 സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്ന ചില സർവേ ഫലങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും BJP-ക്ക് ഒന്നും ലഭിച്ചില്ലെന്നും ഇത്തവണയും അവർക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ലെന്നും സതീശൻ ഉറപ്പിച്ചു പറഞ്ഞു. അധിക്ഷേപങ്ങൾക്കും കൂകിവിളികൾക്കും മുന്നിൽ തളരാതെ ശക്തമായ നിലപാടുകളുമായി UDF മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനമാണ് വി.ഡി. സതീശൻ ഈ പ്രതികരണങ്ങളിലൂടെ നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ മുഴുവനായി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പാലക്കാട് MLA-യും പാലക്കാട് MP-യും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്, അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കുമല്ലോ, അതിലൊന്നും തെറ്റ്, അതിലൊന്നും ഒരു വാർത്തയില്ല. MLA-മാർക്ക് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കോൺഗ്രസ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതൃത്വം വിലയിരുത്തുന്നത് എന്നാണ് അറിയുന്നത്. അല്ലല്ല, അതൊക്കെ നമ്മളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അത് വയനാട് ടൗൺഷിപ്പിൽ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ടി സിദ്ദിഖിന് വലിയ കൂക്കുവിളി ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ അവർ കൂക്കുവിളിക്കില്ല, മര്യാദയാണ്. അവിടുത്തെ MLA ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPM-ന്റെ MLA-യോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA-യെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതും മര്യാദയല്ല, ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകളാണ് ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. വോട്ട് എണ്ണുമ്പോൾ BJP-ക്ക് 1-2 സീറ്റുകളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഈ സ്വയം ചുവറൊക്കെ എഴുതി അവർ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJP-യുടെ ഒരു പെർഫോമൻസിൽ എന്താ ഒരു കമന്റ്? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പാലക്കാട് MLA-യും പാലക്കാട് MP-യും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്, അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കുമല്ലോ, അതിലൊന്നും തെറ്റ്, അതിലൊന്നും ഒരു വാർത്തയില്ല.